അപ്പോ നാട് മുഴുവനും വൈറലാണ്. അതെ, ഒരു കണക്കിനതെ. ഈ ഫസ്റ്റ് കോൾ ചെയ്യുന്ന സമയത്ത് എന്തായിരുന്നു ശ്രീലക്ഷ്മിയുടെ മനസ്സിൽ? എനിക്ക് തോന്നുന്നു അതിന് മുമ്പ് വാട്സപ്പ് ചാറ്റ് ചെയ്തു. അതിന് മുമ്പേ വാട്സപ്പില് മെസ്സേജ് അയച്ചിരുന്നു. അല്ല, ഞാൻ ആക്ച്വലി ഭയങ്കര നെർവസ് ആയിരുന്നു. എനിക്ക് അദ്ദേഹത്തെ അറിയില്ല. ഞാൻ ഈ പോസ്റ്റ് ചെയ്ത് അപ്പോൾ തന്നെ ഇൻസ്റ്റയിലും മെസ്സേജ് റിക്വസ്റ്റിലൊക്കെ ഒരുപാട് പേര് RJV സെർച്ചിങ് ഈ സെർച്ചിങ് എന്നുള്ള സംഭവം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അപ്പം സ്ക്രീൻഷോട്ടും ഉണ്ട് അതിന്റെ കൂടെ, അതായത് ഈ ട്വിറ്ററിലെ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട്. അപ്പൊ ഇത് ആരാണെന്നുള്ള സംഭവം എനിക്ക് എപ്പോഴും ക്ലിക്ക് ആവുന്നില്ല. ആൻഡ് ഞാൻ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുമ്പോഴത്തേക്കാണ് RJV പറയുന്നുള്ളൂ, ഫുൾ നെയിമും പറയുന്നില്ല. അത് സെർച്ച് ചെയ്യുമ്പോഴാണ് രാംഗോപാൽ വർമ്മ, അദ്ദേഹം ഡയറക്ടറാണ്. അപ്പൊ അതിലിങ്ങനെ എനിക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരേ ഒരു മൂവി രംഗീലയാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവും രംഗീലയുടെ ഡയറക്ടർ അദ്ദേഹമാണോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതാണ് രാംഗോപാൽ വർമ്മ, അദ്ദേഹമാണ് ഇത് ഡയറക്ട് ചെയ്തത്. ആൻഡ് സംസാരിക്കാൻ ഭയങ്കര നെർവസ് ആയിരുന്നു. കാരണം ഒന്നാമത്തെ കാര്യം ആള് ഭയങ്കര കടുവെട്ടി ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. ആൻഡ് എനിക്ക് പെട്ടെന്ന് ടെൻഷനിൽ സംസാരിക്കുമ്പം ചെറിയൊരു തപ്പലും മുട്ടലൊക്കെ വരും. എങ്കിൽ പോലും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം അത്ര ലെജൻഡായ ഒരു വ്യക്തിയാണല്ലോ. അപ്പം ആളോട് സംസാരിക്കുമ്പോ ഒരു പേടി ഉണ്ടായിരുന്നു. അതിനുശേഷം കമ്മ്യൂണിക്കേഷൻ വല്ലതും നടന്നു? ഇപ്പം അതായത് ഞാനിപ്പം ഷൂട്ട് അത് കഴിഞ്ഞും ചെയ്തല്ലോ. അപ്പം ആള് അത് നല്ല വർക്ക്സ് നന്നായിട്ടുണ്ട്. ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്, ഡെയിലി കോണ്ടാക്ട് ചെയ്യും ഷൂട്ട്സിനെ പറ്റിയിട്ടൊക്കെ പറയും. നല്ലതായിട്ടുണ്ട്, ഷൂട്ട്സ് നന്നായിട്ടുണ്ടെന്ന്. കിട്ടിയിരിക്കുന്നത് വലിയൊരു ബന്ധമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതൊരു ഭാഗ്യമല്ലേ ശരിക്കും? അതെ, ഭാഗ്യമാണ്. ഈ ചെറിയ പ്രായത്തില് നമ്മളൊക്കെ ഇത്തരം ചെറിയ വർക്ക്സ് ഒക്കെ ചെയ്തിരിക്കുമ്പോ തന്നെ ഇത്തരത്തിലുള്ള അപ്രീസിയേഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. ഒന്നും ഇതുപോലും എന്താ പറയാ, ഒരു ചെറിയ അപ്രീസിയേഷൻ പോലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടല്ല ഷൂട്ട്സ് ചെയ്തത്. ഒരു സന്തോഷത്തിന് ചെയ്താണ്, ഒരു മനസംതൃപ്തി എന്നൊക്കെ പറയില്ലേ, അതിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് ചെയ്താണ്. അപ്പൊ അത് ഇങ്ങനെ പോസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത ഒരാൾ വരും, അത് ഇത്രയും വലിയൊരു ഡയറക്ടർ വരും, ഇങ്ങനൊന്നും ചിന്തിച്ചിട്ടേ അല്ല. ഇതെന്തോ ഒരു ഭാഗ്യം തന്നെ പറയാം, ലോട്ടറി അടിച്ചെന്നൊക്കെ പറയില്ലേ. സാരിയുടെ 1-2 സെക്ഷൻസ് തന്നെ പുള്ളി ഷെയർ ചെയ്തിട്ടുണ്ടല്ലേ? മഞ്ഞ സാരിയാണ് ഞങ്ങളൊക്കെ ആദ്യം ശ്രദ്ധിക്കുന്നത്. മഞ്ഞ സാരി കൊടുത്ത സുന്ദരി ഏതാണെന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ കയറി വൈറലാവുന്നത്. അടിപൊളിയായിരുന്നു. മഞ്ഞ സാരിയുടെ ഷൂട്ടിലേക്ക് എത്തിയതിനെ കുറിച്ച് പറയും. ഫോട്ടോഗ്രാഫർ ഘോഷ് വൈഷ്ണവ്, സിനിമാറ്റോഗ്രാഫർ ആണ്. ഞാൻ ആളുടെ കൂടെ ഇപ്പൊ ഷൂട്ട്സ് ചെയ്തിട്ടുള്ളൂ. ആകെ ഒരു ഷൂട്ട് മാത്രമേ ഞാൻ വേറെ ചെയ്തുള്ളൂ. ഞാൻ ചെയ്ത ഷൂട്ട്സ് ഒക്കെ ആഘോഷേട്ടന്റെ കൂടെയാണ്. അല്ല, ഇതിലേക്ക് വന്നതെന്ന് പറയാനായിട്ട് ഇത് നമ്മള് സഡൻ ആയിട്ട് പ്ലാൻ ചെയ്തൊരു സാധനമാണ്. അപ്പോ നമ്മള് അയന ഡിസൈൻസ് എന്ന് പറഞ്ഞൊരു ബൊട്ടീക്കിൽ പോയിട്ട് അവിടെ ചെന്നിട്ട് ബ്ലൗസ് ഇതൊന്നും നമ്മള് ഇതൊന്നും കൊണ്ടുപോയതല്ല അങ്ങോട്ടേക്ക്. ഇതൊക്കെ നമ്മള് അത് ബനിയൻ സ്റ്റിച്ച് മോഡലാണ്. അപ്പം അവിടെ ചെന്നു, സാരി ബുട്ടീക്കിലൊക്കെ ഒരുപാട് സാരി ഇതെല്ലാം സെലക്ട് ചെയ്യുന്ന ആഘോഷേട്ടനാണ്. ആള് ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിച്ചതാണ്. അപ്പൊ ആൾക്ക് ഭയങ്കര കളർ സ്പെസിഫിക് ആണ് ആഘോഷേട്ടൻ. അപ്പൊ ആഘോഷേട്ടന് ഇന്ന ബാക്ക്ഗ്രൗണ്ടിൽ ഇന്ന ഇത് വേണം എന്നൊക്കെ ഉള്ള ഒരു ഐഡിയ ഉള്ളതുകൊണ്ട് ആളാണ് സാരിയൊക്കെ സെലക്ട് ചെയ്യുക. അതിന് ഓർണമെന്റ്സ് ആയിക്കോട്ടെ എല്ലാം ആള് സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് അങ്ങ് പോന്നു.